ഇച്ചിരി പോയിരുന്നു, അതായത് പറ്റിയോ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ രാവിലെ നോക്കിയതിൻ്റെ ബാക്കി നോക്കാം. ഏതായിരുന്നു 70ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏതാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നീ മൂലകങ്ങൾ അടങ്ങിയ പോഷകം ഏത്? നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ, നമ്മുടെ 6ാം ക്ലാസ്സിലെ പാഠഭാഗത്തിലുള്ളതാണ്. നമ്മുടെ മൂലകങ്ങളായിട്ടുള്ള നമ്മുടെ മാംസമുണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ കണ്ടതാണ് നമ്മുടെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നീ മൂലകങ്ങളടങ്ങിയ ഏതാണ്? പോഷകം ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും, അത് മാംസ്യമാണ് കേട്ടോ. അതാണ് അതിൻ്റെ ആൻസർ, മാംസ്യം അഥവാ പ്രോട്ടീനാണ് വരേണ്ടത്. നമുക്ക് ഇവിടെ കിടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ 6ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠഭാഗമായിട്ടുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തൊരു പാഠഭാഗം. അതായത് നെല്ല് അല്ലെങ്കിൽ ഗോതമ്പാണെങ്കിൽ ഗോതമ്പ് പറയുന്ന ഒരു പേരാണ്. ഞങ്ങളിൽ ധാരാളം ധാന്യമുണ്ടെന്ന് പറയും. അപ്പോൾ മത്സ്യം പറയും ഞങ്ങളിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ പറയും ഞങ്ങളിൽ ധാരാളം കൊഴുപ്പുണ്ട്. പിന്നെ പഴങ്ങളും പച്ചക്കറികളും എല്ലാം പറയും ഞങ്ങളിൽ ധാതു ലവണങ്ങളും അതുപോലെ തന്നെ വിറ്റമിനുകളും ഉണ്ടെന്ന് പറയും. ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഓരോന്നും ഉണ്ട് ഇല്ല, അതിനകത്ത് ഓരോ കണ്ടൻറ്റൊക്കെ നമ്മളൊന്ന് എഴുതി പോയതാണ്. ഒന്നാമത്തേത് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്. നമ്മളിതിൻ്റെ ക്ലാസ്സിൻ്റെ നമ്മൾ റെക്കോർഡറായിട്ട് വിട്ടതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. എന്നാലും ഇവിടെ നമ്മളൊന്നുകൂടി ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നോക്കിയേ, ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്, അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ട് നിർമ്മിച്ചതാണ് ധാന്യകം നിർമ്മിച്ചത്. കണ്ടോ, എന്തൊക്കെയാണ്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. കണ്ടോ, കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ശരീരപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യധർമ്മം. ഒരു വട്ടം ചോദിച്ചാണ്, ശരീരപ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം നൽകുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഉത്തരം പോകേണ്ടത് ധാന്യകത്തിലാണ് കേട്ടോ. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ഇവിടെ കണ്ടോ, ഓപ്ഷനിൽ കിടക്കുന്ന ബാക്കി കണ്ടോ, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, ഗ്ലൂക്കോസ് ഇവയെല്ലാം എന്താണ്? നമ്മുടെ ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റിൻ്റെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന എവിടെയാണ്? കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പഠിച്ചായിരുന്നില്ലേ, നമ്മുടെ ഫോട്ടോസിന്തസിസ് പഠിച്ച് നമ്മൾ പഠിച്ചായിരുന്നില്ലേ, നമ്മുടെ ബാക്കിയുള്ള ഗ്ലൂക്കോസ് അന്നജമായിട്ടാണ് സസ്യങ്ങളുടെ പല ഭാഗങ്ങളിൽ അത് ശേഖരിച്ച് വെക്കുന്നത്. അപ്പം നമ്മൾ കണ്ടിരുന്നു ആ പാർട്ട് നമ്മൾ ഭക്ഷ്യയോഗ്യമായിട്ട് നമ്മൾ എടുക്കുമെന്ന് കണ്ടിരുന്നു. ഈ ധാന്യകമാണ് ഇവിടെ ഓപ്പോസിറ്റ് കൊടുത്തത്. അത് വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് കളിക്കാനും കളിക്കാനും പഠിക്കാനും നീന്താനും അതുപോലുള്ള ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ആണ് വേണ്ടത്. അപ്പം നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുക എന്നാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യകത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത്. അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ കേട്ടോ. ഇങ്ങനെ 3 എണ്ണം എഴുതിയാൽ മതി. ധാന്യകം അടങ്ങിയിരിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പ്രധാനമായി എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുക. പിന്നെ അതിൻ്റെ മറ്റ് രൂപങ്ങളാണ് ഗ്ലൂക്കോസ്, പഞ്ചസാര, സെല്ലുലോസ് എന്നിവ രൂപത്തിൽ കാണപ്പെടുക എന്നുള്ളത്. അടുത്തത് നമുക്ക് നോക്കാനായിട്ടുള്ളത് നമ്മുടെ അന്നജം തിരിച്ചറിയാനായിട്ട് നമ്മൾ പഠിച്ചായിരുന്നല്ലേ. ഏതാണ്? നമ്മുടെ അയഡിൻ ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ നീല നിറം അല്ലെങ്കിൽ കടും നീല നിറം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ കടും നീല നിറം ഉണ്ട്. ഒരു വട്ടം ചോദിച്ചതാണ്, മറന്നുപോകരുത്. അന്നജം തിരിച്ചറിയാൻ നമ്മൾ നടത്തുന്ന നമ്മുടെ പരീക്ഷണമാണ് അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ഒരു ടെസ്റ്റാണ് നമ്മുടെ അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അയഡിൻ്റെ അകത്തോട്ട് നമ്മൾ അന്നജൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്നെ ചെയ്യും? അത് ലായനിയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ കടും നീല നിറമുണ്ടാകും. നിറമൊക്കെ ഓർത്തിരിക്കണം. വേണമെങ്കിൽ ചോദിക്കാം, അയഡിൻ ടെസ്റ്റിൽ അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഏത് നിറമാണ് ഉണ്ടാവുന്നത്? കടും നീല നിറമാണ് ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് മാംസ്യം അഥവാ പ്രോട്ടീൻ. ഇപ്പം നമ്മൾ ഉത്തരത്തിനകത്ത് വന്നതല്ലേ, നോക്കിയേ, നമുക്കറിയാം. നോക്കിയേ, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകരമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മൾ കണ്ട് ഊർജത്തിന് വേണ്ടി, ഇവിടെയാണെങ്കിൽ ശരീരത്തിൻ്റെ നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകരമാണ് നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജോൽപാദനത്തിന് പ്രോട്ടീൻ പ്രയോജനപ്പെടുത്തുന്നു. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. ഇവിടെ അതല്ലേ വന്നത്, കണ്ടോ, ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്. ക്വസ്റ്റ്യൻ കണ്ടോ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നീ മൂലകങ്ങളെല്ലാം അടങ്ങിയ ആരിലാണ്? നമ്മുടെ പ്രോട്ടീൻ അഥവാ മാംസത്തിലാണ് അടങ്ങിയിരിക്കുന്നത്.
ഇനിയും ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്നും ലഭിക്കണം. അത് വേണം ചോദിക്കുക അല്ലേ, ഒരാളുടെ ഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിന് പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് കാൽഷ്യോക്കർ എന്ന് പറയുന്നത്. കണ്ടോ, പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് കാൽഷ്യോക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തും ഇരിക്കും. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അവർക്ക് കാൽഷ്യോക്കറാണ് അവരുടെ അസുഖം എന്ന് പറയുന്നത്. അപ്പം പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഈ കാൽഷ്യോക്കർ എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒരെണ്ണമാണ് കൊഴുപ്പ്. നമുക്കറിയാമല്ലോ, കൊഴുപ്പെന്ന് വെച്ചാൽ നമ്മുടെ ഫാറ്റാണ്. അതിനകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കും? നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള ആഹാര ഘടകങ്ങളാണ് കൊഴുപ്പെന്ന് പറയുന്നത്. ബാക്കിയുള്ള 2 നമ്മുടെ ധാന്യവും അതുപോലെ തന്നെ മാംസവും എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് വേണ്ടതാണ് ശരീരത്തിൽ. കാരണം ശരീരത്തിൻ്റെ നിർമ്മിതിക്കും കോശങ്ങളുടെയൊക്കെ വളർച്ചയ്ക്കും ഒക്കെ ആവശ്യമാണ് മോളിൽ പറഞ്ഞ 2. പക്ഷേ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ദോഷമാണെന്ന് ഓർത്തിരിക്കും കേട്ടോ. എന്താണ്? മാംസം, മത്സ്യം, പാൽ ഉൽപ്പന്നങ്ങൾ, മുട്ട, വിവിധ ഇനം പഴുപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. വിവിധതരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയ പല വസ്തുക്കളിലും എന്താണ് വേർതിരിച്ചെടുക്കുന്നത് കൊഴുപ്പുകളാണ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ്. ചില വിറ്റമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. കണ്ടോ, ചില വിറ്റമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. ഏതൊക്കെ വിറ്റമിനാണ് കൊഴുപ്പിൽ മാത്രം ലയിക്കുന്നത് അറിയാവോ? അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, ഏതൊക്കെ വൈറ്റമിനാണ് കൊഴുപ്പിൽ മാത്രം ലയിക്കുന്നത്? അറിയാവോ? അതറിയാവോ? ഒരു വട്ടം ചോദിച്ചതാണ്. മിക്കപ്പോഴും പരീക്ഷയിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ, കൊഴുപ്പിൽ ലയിക്കുന്നവ അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്നവ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നതാണ്. അടക്ക് കേട്ടോ, അടക്ക് കേട്ടോ, ADEK ആണ്. അപ്പോൾ അതുകൂടി ഓർത്തിരിക്കും കേട്ടോ. അതായത് ഇതിൻ്റെ തൊട്ട് താഴത്തെ ഈ പേജിൽ തന്നെയുള്ളതാണ് അടക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ കൂടുതൽ ഫാറ്റ് കഴിച്ചാൽ നമ്മൾ അടക്കം ചെയ്യുമെന്ന് നമ്മൾ കോടൊക്കെ എന്ന് പറഞ്ഞാണ് ഓർത്തിരിക്കണം, ADEK കേട്ടോ. അപ്പോൾ കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നത്. ഇനി കൊഴുപ്പുണ്ടെങ്കിൽ എന്നാ സംഭവിക്കും? നമ്മുടെ ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ നമ്മൾ ഈ പറഞ്ഞ വടയൊക്കെ വാങ്ങിക്കുമ്പം ടിഷ്യൂ പേപ്പറിനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല, അതിൽ എണ്ണ പറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിൽ കൊഴുപ്പുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ ഉള്ളതാണ് കൊഴുപ്പും കൊളസ്ട്രോളും. എന്നാ സംഭവിക്കും? കൊഴുപ്പ് കൂടിയാൽ എന്താണ്, കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല. പിന്നെ ഒരു ടെസ്റ്റ് വാല്യൂ ഉണ്ട്, നോക്കണം. നമ്മൾ ഇന്നലെ ഒരു ടെസ്റ്റ് വാല്യൂ പഠിച്ചായിരുന്നു. എന്തിൻ്റെ ആയിരുന്നു? BP-യുടെ ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളതാണ്. ബ്ലഡ് ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും നമ്മൾ നോർമൽ ലാബ് റിപ്പോർട്ട് എത്രയാണെന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം. ബ്ലഡ് ഷുഗർ ആണെങ്കിൽ എന്താണ്, നോർമൽ 70-നും 110-നും ഇടയിൽ നിൽക്കണം. കൊളസ്ട്രോൾ ആണെങ്കിൽ 200 mg വരെ ആകാമുള്ളൂ എന്നും ജസ്റ്റ് ഒരു വാല്യൂ കൂടി ഓർത്തിരിക്കണം. പിന്നെ ഇവിടെ താഴെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൊഴുപ്പിൽ ലയിക്കുന്നവ ആരൊക്കെയാണ്? ADEK കേട്ടോ. കൊഴുപ്പിൽ ലയിക്കുന്നവരാണ് ADEK. അടക്കെന്ന് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് കൊഴുപ്പ് വെച്ച് നമ്മളെ അടക്കം ചെയ്യും, അല്ലെങ്കിൽ നമുക്കറിയാലോ മരിച്ചു പോകും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഓർത്തിരിക്കണം. കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് അടക്ക്, ADEK എന്ന് പറഞ്ഞുള്ള എന്താണ് വൈറ്റമിനുകൾ കൊഴുപ്പിൻ്റെ അകത്ത് ലയിക്കുന്നവയാണ്. ഇനിയും ജലത്തിൽ അഥവാ വെള്ളത്തിൽ ലയിക്കുന്നവയാണ് B-യും C-യും കേട്ടോ. വെള്ളത്തിൽ ലയിക്കുന്നവയാണ് B-യും C-യും. ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓർത്തിരിക്കണം. കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് ADEK. ഇത് ഏതൊക്കെ എന്താണ് ധാന്യങ്ങളിൽ അല്ലെങ്കിൽ സസ്യങ്ങളിൽ എന്തൊക്കെ പദാർത്ഥങ്ങളിലാണ് ഉള്ളതെന്നും അതേപോലെ എന്താണ് അതിന് സഹായകരമാണ്. ഇപ്പം A ആണെങ്കിൽ കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായകരമാണ്. ഇനിയും D ആണെങ്കിൽ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനൊക്കെ സഹായമാണ്. എന്നിങ്ങനെ ഇവിടെ ഒരു ടേബിളിനകത്തുണ്ട്. അത് നമ്മൾ ഓൾറെഡി പറയുന്നില്ല എന്ന് ഓർത്തിരിക്കണം. കൊഴുപ്പിൽ ലയിക്കുന്നവ അടക്ക്, മിക്കപ്പോഴും വർഷപ്പിലുള്ളതാണ്. ഈ പുറയിലുള്ളവ അത്ര ചോദിച്ചു കണ്ടിട്ടില്ല. പിന്നെ വെള്ളത്തിൽ ലയിക്കുന്നവ B-യും C-യും കേട്ടോ. വെള്ളത്തിൽ ലയിക്കുന്നവ B-C എന്നിങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ B, പ്രോട്ടീനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പൊള്ളലേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണെന്ന് നമുക്ക് സിമ്പിളായിട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാവില്ലേ? നമുക്കറിയാം, ഒരാളുടെ ശരീരം ഇപ്പോൾ പൊള്ളുക, ഒരുപക്ഷെ തീപിടുത്തം ഉണ്ടാകുമ്പോഴൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാകുന്നില്ല. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന് തീ പിടിക്കുക, അല്ലെങ്കിൽ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിക്കുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളായാൽ നമ്മുടെ പ്രഥമ ശുശ്രൂഷയായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ പൊള്ളലേക്കുക, മുറവുണ്ടാകുക, പാമ്പ് കടിക്കുക, അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങുക, അതുപോലെ തന്നെ പെട്ടെന്ന് ശ്വാസം മുട്ടുക, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങുക. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുവരുന്ന ഒരുപാട്
പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഫിറ്റ്സ് വരിക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ടീച്ചേഴ്സായ നമുക്കറിയാമല്ലോ, നമ്മൾ ഒരുപാട് കുട്ടികളെ ഡെയിലി കണ്ടുപോകുന്നതാണ്. ഇവർ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർക്ക് ഇങ്ങനെ അശ്രദ്ധമായിട്ടൊക്കെ ചെയ്തു വരുമ്പോൾ ഇതുപോലുള്ള അവസ്ഥകൾ ഇല്ലേ, മുറിവുണ്ടാകുകയും തള്ളുകയും പൊട്ടുകയും ഇല്ലേ, തലയൊക്കെ പൊട്ടി ഇഷ്ടം പോലെ കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മൾ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതായിട്ട് ഒരു അധ്യാപനം അറിഞ്ഞിരിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ എന്നാണ് നമ്മൾ ചോദിക്കും കേട്ടോ, ഈ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ നമ്മൾ കൊടുക്കണം, എപ്രകാരം ഒരു കൊച്ചിനെ നമ്മൾ സമാധാനിപ്പിക്കണം എന്നൊക്കെ സൈക്കോളജിക്കലായിട്ട് നമ്മൾ എങ്ങനെ അവരുടെ പേരൻസിനെ നേരിടണം എന്നൊക്കെ പറഞ്ഞൊരു ചോദ്യം മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നതാണ്, പ്രത്യേകിച്ച് അധ്യാപകരായ നമ്മളോട്. അപ്പോൾ അതിന് നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് എയ്ഡിൻ്റെ കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചതാണ്, പൊള്ളലേറ്റാനുള്ള പ്രഥമ ശുശ്രൂഷ എന്താണ് ചെയ്യേണ്ടത്? നോക്കി, പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം ഒഴിക്കലാണോ, പൊള്ളലേറ്റ ഭാഗത്ത് ഐസ് പായ്ക്ക് വെക്കലാണോ, പൊള്ളിയ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തുണി നീക്കം ചെയ്യലാണോ, പൊള്ളലേറ്റ ഭാഗത്ത് ടൂത്ത് പേസ്റ്റ് പുരട്ടലാണോ? നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് എല്ലാം ചെയ്യുന്നത് അല്ലേ, പക്ഷേ ശരിക്കും പറയുന്നത് പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ കേട്ടോ. പൊള്ളലേറ്റ ഭാഗത്ത് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരേണ്ടത്. ബാക്കി എന്തുകൊണ്ട് തെറ്റിപ്പോയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഒരാളുടെ ശരീരം പൊള്ളിയാൽ പൊള്ളുന്ന വെച്ചാൽ നല്ല രീതിക്ക് പൊള്ളുന്ന, അല്ലാതെ ചുമ്മാ ഈ തിളച്ച എണ്ണ ഒരു ഡോട്ട് പോലെ അല്ലെങ്കിൽ ഒരു കൊതുക് കടിച്ചോളല്ല പൊള്ളലല്ല, നല്ല രീതിക്ക് ശരീരം നല്ല രീതിക്ക് ഇപ്പോൾ കയ്യോ കാലോ അല്ലെങ്കിൽ ദേഹമോ വയറോ അല്ലെങ്കിൽ നെഞ്ചോ ഒക്കെയോ പൊള്ളുന്ന നല്ല രീതിയിലുള്ള പൊള്ളലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പൊള്ളിയാൽ അവിടെ തണുത്ത വെള്ളം ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. പൊള്ളലേറ്റ ഭാഗത്ത് നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്ന ഐസ് പായ്ക്ക് വെച്ചുള്ള കുഴപ്പം എന്നാണെന്നറിയാവോ? നിങ്ങൾ സാധാരണയായിട്ട് നമ്മുടെ ചൂടുള്ള വസ്തുവിൽ അല്ലെങ്കിൽ നമ്മുടെ കൈ ചൂടാക്കിയിട്ട് അതിലോട്ട് ഐസ് പായ്ക്ക് വെച്ച് നോക്കിയിട്ടുണ്ടോ? കൈ നിങ്ങൾ ചൂടാക്കണം, അല്ലെങ്കിൽ നമ്മൾ കൈ തമ്മിൽ തിരുമിയാൽ മതി, കുറേ നേരം തിരുമിയിട്ട് അതിലേക്ക് നമ്മൾ ഐസ് പായ്ക്ക് എടുത്ത് വെക്കണം. ആ ഐസ് പായ്ക്ക് വെച്ചാൽ അവിടെ എന്നാ സംഭവിക്കുക വെച്ചാൽ ഐസ് പായ്ക്ക് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഐസ് പായ്ക്ക് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുക, അതായത് ചൂടുള്ള ഒരു പ്രതലത്തിൽ ഐസ് പായ്ക്ക് ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മുടെ ശരീരത്തിലെ സ്കിന്നിൽ ഒട്ടിപ്പിടിക്കാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. അത് തന്നെയല്ല, പൊള്ളലേറ്റ നമുക്കറിയാലോ, നമ്മുടെ ശരീരത്തിൻ്റെ തൊലി സാധാരണ രീതിയിൽ നിൽക്കുമോ? പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള തൊലി സാധാരണ പോലെ തന്നെ നമുക്ക് നിൽക്കുമോ, അതോ ചുരുങ്ങുവാണ് ചെയ്യുന്നത്? എന്നാ സംഭവിക്കുന്നത്? ചുരുങ്ങും അല്ലേ. ഇങ്ങനെ ചുരുങ്ങുമ്പോൾ ഈ ഐസ് പായ്ക്ക് അതിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ട് നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ എന്നാ സംഭവിക്കും? ആ ഐസ് പായ്ക്ക് പറ്റി ആ തൊലി അവിടുത്തെ പറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് പൊള്ളലേറ്റ വ്യക്തിയുടെ മേളിൽ നമ്മൾ ഐസ് പായ്ക്ക് അല്ലെങ്കിൽ ഐസ് കട്ട കൊണ്ട് വെക്കുമ്പോഴല്ലോ കുഴപ്പം എന്നാന്ന് വെച്ചാൽ ആ ഭാഗം അടക്കം നമ്മുടെ ആ ഐസ് പായ്ക്കിൽ പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ചെയ്യുകയില്ല. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കി, പൊള്ളിയ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തുണി നീക്കം ചെയ്യുക. അത് ചെയ്താലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. പൊള്ളിയ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തുണിയുണ്ട്, ആ തുണി നമ്മൾ അപ്പോഴേ പറിച്ചു കളഞ്ഞ് എന്നാ സംഭവിക്കും? ആ കൂടത്തിൽ തന്നെ തുണിയുടെ കൂടെ തന്നെ തൊലിയും പറഞ്ഞു വരും, കൂടുതൽ പ്രശ്നമാകും. അതും അപ്പോൾ ചെയ്യരുത്. അടുത്തത് മണ്ടത്തരം ചെയ്യുന്നത്, പൊള്ളലേറ്റ ഭാഗത്ത് ടൂത്ത് പേസ്റ്റ് പുരട്ടുക. നമ്മുടെ റീൽസിലൊക്കെ നമ്മൾ കാണുന്നത് അല്ലേ, ടൂത്ത് പേസ്റ്റ് പുരട്ടി പെയിൻറ്റ് കളയുക, അതുള്ള പരിപാടിയൊക്കെ അതൊന്നും ചെയ്യില്ല, അത് മണ്ടത്തരം ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഈ പറഞ്ഞ ടൂത്ത് പേസ്റ്റ് നമുക്കറിയാലോ, നമ്മുടെ ഈ കോൾഗേറ്റും അതുപോലെ തന്നെ ക്ലോസപ്പും ഒക്കെ നമ്മൾ പല്ല് തേക്കുമ്പോൾ ഒരു സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ? അല്ലെങ്കിൽ ഒരു ഗ്യാസ് അല്ലെങ്കിൽ നമ്മുടെ വായിൽ എന്തോ ഒരു സംഭവം നമ്മൾ ഇട്ടു എന്നൊരു ഗ്യാസ് സെൻസേഷൻ നമുക്കില്ല. അതായത് അതിൻ്റെ അകത്ത് തന്നെ ജസ്റ്റ് ഒരു ഈ പൊള്ളൽ പോലെ തന്നെ ഒരു ഇതാണ് ഈ ഗ്യാസ് അല്ലെങ്കിൽ ഒരു ഗേഷ്യസ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്. അത് ഈ പൊള്ളിയ ഭാഗത്തുകൊണ്ട് വെച്ചാൽ കൂടുതൽ അത് അപകടമാണ്. അവിടെ വേറെ റിയാക്ഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ടൂത്ത് പേസ്റ്റ് നമ്മൾ പുരട്ടാറില്ല. പകരം എന്ത് ചെയ്യുള്ളൂ? വെള്ളം ശരീരഭാഗത്ത് ഒഴിച്ച് തണുപ്പിക്കുക, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? പൊള്ളലേറ്റ ഭാഗത്ത് നമ്മൾ തണുത്ത വെള്ളം ഒരുക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് കിടക്കുന്നത് നമ്മുടെ 4ാം ക്ലാസ്സിലാണ് കേട്ടോ. 4ാം ക്ലാസ്സിലാണ് കിടക്കുന്നത്. ഉണ്ടോ? മുറിവുകൾ ഉണ്ടായാൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം? ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ പിള്ളേർക്കോ നമ്മുടെ പഠിപ്പിക്കുന്ന കുട്ടികൾക്കോ ഒക്കെ മുറിവുകൾ ഉണ്ടായാൽ എന്നാ സംഭവിക്കേണ്ടത്? കണ്ടോ? മുറിവേറ്റ ഭാഗം ശുദ്ധജലം കൊണ്ട് വൃത്തിയായി കഴുകണം. മുറിവേറ്റ ഭാഗം ഉയർത്തിപ്പിടിക്കണം. എന്തിനാണ് ചെയ്യുന്നത്? എന്തിനാ മുറിവേറ്റ ഭാഗം ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുന്നത്? അതറിയാവോ? രക്തം അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കാൻ. അത് നമുക്കറിയാലോ, നമ്മുടെ ബോഡി സാധാരണ രീതിയിൽ താഴേക്ക് കിടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ബ്ലഡിൻ്റെ ഫ്ലോ ഒഴുകുന്നത്. നമ്മുടെ വെള്ളം മുകളിലോട്ട് ഒഴുകുമോ? പുഴ എപ്പോഴും ഒഴുകുന്നത് എങ്ങോട്ടാണ്? മുകളിലും താഴോട്ടല്ലേ? ശരിയല്ലേ? പുഴ എപ്പോഴും ഒഴുകുന്നത് എങ്ങോട്ടാണ്? അല്ലെങ്കിൽ നമ്മുടെ ആറും അതുപോലെ തന്നെ നദികളും ഒക്കെ ഒഴുകുന്നത് എങ്ങോട്ടാണ്? വലിയ പ്രദേശത്ത് നിന്നും താഴ്ന്ന പ്രദേശത്തിലേക്ക്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് വെസൽസിനകത്തോടെ ബ്ലഡ് ഒഴുകുന്നതും മുകളിൽ നിന്ന് താഴേക്കാണ്. അപ്പോൾ ഈ മുറിവേറ്റ ഭാഗം ഉയർത്തിപ്പിടിച്ചാൽ രക്തം ചാടിപ്പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരം മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ബ്ലഡ് ഫ്ലോ ഉണ്ടാവും.
അത് ചാടിപ്പോകുന്നത് അല്ലെങ്കിൽ അത് ഒഴുകി ശരീരത്തിൽ നഷ്ടമാകുന്നത് കുറയും. അവിടെ മുറിവിൻ്റെ അകത്തുനിന്ന് എന്താ ഈ പറഞ്ഞ രക്തം അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ഒഴുകി പോകുന്നത് തടയാനായിട്ട് മുറിവ് ഉയർത്തിപ്പിടിക്കാൻ പറയുന്നത്. അടുത്തത് രക്തം വാർന്നു പോകാതിരിക്കാൻ മുറിവേറ്റ ഭാഗം വൃത്തിയായി തുണി ഉപയോഗിച്ച് അമർത്തിപ്പിടിക്കുക. ഉണ്ടോ, രക്തം വാർന്നു പോകാതെ മുറിവേറ്റ ഭാഗം എന്ത് ചെയ്യണം, വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് നമ്മൾ അമർത്തിപ്പിടിക്കണം. കാരണം ഒരുപാട് രക്തം ഒഴുകി പോകാതിരിക്കാൻ. ഇനി മുറിവിൽ കട്ട പിടിച്ച രക്തം നീക്കം ചെയ്യരുത്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? മുറിവിൽ കട്ട പിടിച്ച രക്തം നീക്കം ചെയ്യരുതെന്ന് പറയാൻ കാരണം എന്താണ്? നമുക്കറിയാമല്ലോ, നമ്മുടെ രക്തത്തെ കട്ട പിടിപ്പിച്ച് ഈ പറഞ്ഞ കഴിയാനായിട്ട് സഹായിക്കുന്നതാണ് ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അല്ലേ. ആ ഹീമോഗ്ലോബിൻ അവിടെ ഫോമായി ആ മുറിവ് അല്ലെങ്കിൽ ആ രക്തത്തിൻ്റെ ഫ്ലോ നിർത്തലാക്കിയതാണ് ആ രക്തം കട്ട പിടിച്ചിരിക്കുന്നത്. അത് നമ്മൾ നീക്കം ചെയ്ത് എന്നാ സംഭവിക്കുന്നത്? വീണ്ടും രക്തം വരും. സിമ്പിളായിട്ട് പറഞ്ഞാലേ, നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ മുകളിലൊരു കറുത്ത തൊലി വന്ന് മൂടത്തില്ലേ? നമ്മുടെ എല്ലാം കയ്യിലൊക്കെ ഉണ്ടാകുന്നില്ലേ, കറുത്ത തൊലി വന്ന് മൂടത്തില്ലേ? മൂടിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും മുറിവുണ്ടായിട്ടില്ല കയ്യിൽ? നമ്മുടെ ഈ തൊലി നിങ്ങൾ പറിച്ചു കളഞ്ഞ് എന്നാ സംഭവിക്കുന്നത്? ഈ തൊലി പറിച്ചു കളഞ്ഞ് എന്നാ സംഭവിക്കുന്നത്? അതിന് എന്നാ വരും? ഓട്ടോമാറ്റിക് ചോര വരും. അത് ഹീമോഗ്ലോബിൻ്റെ ഒരു ലെയർ വന്ന് നമ്മളെ അത് മുറിവ് ഉണക്കാനായിട്ട് സഹായിക്കുന്ന ലെയറാണ്. അപ്പോൾ ആ കട്ട പിടിച്ചിരിക്കുന്ന രക്തം നമ്മൾ നീക്കം ചെയ്യാൽ എന്നാ സംഭവിക്കും? അവിടുന്ന് വീണ്ടും ബ്ലഡ് ഫ്ലോ ഉണ്ടാവും, നമ്മുടെ രക്തം വെറുതെ നഷ്ടമാവും. അപ്പോൾ എന്ത് ചെയ്യും? മുറിവിൽ കട്ട പിടിച്ച രക്തം ഒരിക്കലും നമ്മൾ നീക്കം ചെയ്യരുത്. ഇനി മുറിവുകൾ തുറന്നു വെക്കുന്നത് അണുബാധ ഏൽക്കാനിടയാകും. അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുക്കെ പോകുമ്പോൾ അവർ പറയുന്നത് അല്ലേ, പകൽ സമയത്ത് പൊടിയുള്ളിടത്തോ അല്ലെങ്കിൽ കാല് നനയ്ക്കുകയോ ഒന്നും ചെയ്യില്ലെന്ന് പറയുന്നത്. നമ്മുടെ മുറിവുകളൊക്കെ ഉണ്ടായി നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് അവർ പറയുന്നത് അല്ലേ, പകരം അവർ കെട്ടിത്തരും, ഈ ലിൻറ്റ് ഉപയോഗിച്ചൊക്കെ കെട്ടിത്തരും. എന്നിട്ട് പറയും 4 ദിവസം 5 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചെയ്യാൻ വന്നാൽ മതി, നമുക്കിത് കുറച്ചെടുക്കാമെന്നൊക്കെ പറയും അല്ലേ. അപ്പം തുറന്നു വെക്കുന്നത് നമ്മുടെ അണുബാധ ഏൽക്കാനായിട്ട് ഇടയാകും. ഇനി വലിയ മുറിവാണെങ്കിൽ മുറിവേറ്റയാളെ സൗകര്യപ്രദമായ രീതിയിൽ ഇരുത്തുകയോ കിടത്തുകയോ ചെയ്യണം. നമ്മുടെ കാലുകളൊക്കെ കീറുകയോ കൈയൊക്കെ ഒടിയുകയോ അങ്ങനെയുള്ള വലിയ മുറിവുകളാണെങ്കിൽ സൗകര്യപ്രദമായ രീതിയിൽ ഇരുത്തുകയോ കിടത്തുകയോ ചെയ്യണം. അല്ലാതെ കാലൊടിഞ്ഞ ഒരാളെ നിർത്തിക്കൊണ്ട് വീണ്ടും അയാളെ കഷ്ടപ്പെടുത്തരുത്. വേദന സഹിക്കുന്നവരുടെ പ്രശ്നം പറഞ്ഞാൽ അവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരുടെ അവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ പെരുമാറണം. മുറിവേറ്റ ആളെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഒരു കൊച്ചിൻ്റെ ചെറിയൊരു കൈ മുറിഞ്ഞെന്ന് പറഞ്ഞാൽ ആശുപത്രിയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മളെ കൊണ്ട് ആകാവുന്നതൊക്കെ ആണെങ്കിൽ ബെറ്റാഡിനോ പോലുള്ള ചെറിയ ചെറിയ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് കഴുകി ബെറ്റാഡിനൊക്കെ വെച്ച് ചെറിയൊരു ലിൻ്റൊക്കെ വെച്ച് കെട്ടി ആശ്വസിപ്പിക്കാൻ. അല്ല എല്ലാം വന്നാലും ആശുപത്രിയിലോട്ട് ഓടണം. അതുപോലെ സ്റ്റിച്ചൊക്കെ ഇടേണ്ട കേസ് കെട്ടാണെങ്കിൽ മാത്രം ആശുപത്രിയിലേക്ക് എത്തിക്കുക. അടുത്താണ് മൂക്കിൽ നിന്ന് രക്തം വന്നാൽ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, വിദ്യാഭ്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. പിള്ളേരെയൊക്കെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ LP UP തലങ്ങളിൽ പിള്ളേരൊക്കെ ചുമ്മാ ഓരോ വസ്തുക്കളെടുത്ത് കളിക്കാനൊക്കെ പോകുമ്പോൾ വായിലും മൂക്കിലൊക്കെ തള്ളിക്കയറ്റും. മൂക്കിൽ നിന്ന് രക്തം വരും. അപ്പോൾ എന്നാ സംഭവിക്കണം? നമ്മൾ എന്നാ ചെയ്യേണ്ടത്? മുന്നോട്ട് ചായ്ച്ച് ഇരുത്തുക. തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് മൂക്കിൻ്റെ അഗ്രഭാഗം അമർത്തിപ്പിടിക്കുക. ഈ ഒരു കൊച്ചു പിടിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് മൂക്കിൻ്റെ അഗ്രഭാഗം അമർത്തിപ്പിടിക്കുക. നമ്മുടെ വീട്ടിലൊക്കെ കൊച്ചു പിള്ളേരുണ്ട്, അറിയാൻ പറ്റില്ല. ഈ നിലത്ത് കിടക്കുന്ന മുത്തുകളും. ഇപ്പോൾ നമുക്കറിയില്ലോ വണ്ട്, നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടോ? വണ്ടുണ്ടോ? ഒരു കറുത്ത സൈസ് വണ്ട് ഇപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ടെന്ന് ഞാൻ വാർത്ത കണ്ടായിരുന്നു. ഭയങ്കര ശല്യം അല്ലേ. പിള്ളേർ ഈ നിലത്തോടി കഴിഞ്ഞ് നടക്കുന്ന പിള്ളേരുണ്ട്, ഇവരെന്നെ എടുക്കും, ഇതെടുത്ത് വായിലും മൂക്കിലൊക്കെ ഇടും. നമ്മളവർ ശ്വാസം എടുക്കാൻ നമ്മൾ ബുദ്ധിമുട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് എന്തോ ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യണം? അവരെ മുന്നോട്ട് പിടിച്ചിരുത്തിയിട്ട്, നമ്മുടെ മടിയിലാണെങ്കിലും ചായച്ചിരുത്തിയിട്ട് തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് മൂക്കിൻ്റെ അഗ്രഭാഗം, അതായത് ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ അഗ്രഭാഗം നമ്മൾ അമർത്തിപ്പിടിക്കുക. ഇനി വായിലൂടെ ശ്വസിക്കുവാനായിട്ട് നിർദ്ദേശിക്കുക. നമ്മൾ വായിലൂടെ ശ്വസിക്കുക. നമ്മൾ വായിലൂടെ ശ്വാസം എടുക്കത്തില്ലേ, അങ്ങനെ ശ്വസിക്കുവാനായിട്ട് നിർദ്ദേശിക്കുക. സംസാരിക്കാതിരിക്കാൻ നിർദ്ദേശിക്കുക. വൈദ്യസഹായം തരിക. കാരണം മൂക്കിൽ കയറിപ്പോൾ എല്ലാം അടഞ്ഞു പോയാൽ അപകടമായി മരണത്തിലേക്ക് വരെ കാരണമാകാം. അപ്പോൾ ഇങ്ങനെ പ്രഥമ ശുശ്രൂഷ എടുത്തുകൊണ്ട് അതിലുള്ള സഹായം, അല്ലെങ്കിൽ നമ്മൾ തന്നെ കമ്പോ കോലോ എന്നിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കരുത്. അപകടമാണ്. മൂക്കിൻ്റെ അകത്തുള്ള ചെറിയ സ്കിന്നുകളാണ്, കട്ടി കുറവാണ്, മുറിയാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന ഇപ്പോൾ സെറ്റീപ്പിനോ കാര്യങ്ങളൊക്കെ ഇട്ട് കുത്തുന്ന കണ്ടിട്ടുണ്ട്. ഇട്ട് കുത്തിയാലും മുറിവ് കൂടുതലുണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുവാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത്, കണ്ണിൽ പൊടി വീണാൽ എന്ത് ചെയ്യണം? നമ്മുടെ ശുദ്ധജലം കണ്ണിൽ ധാരാളമായി ഒഴിച്ചും വൃത്തിയുള്ള നനഞ്ഞ തുവാലയോ മറ്റോ അറ്റം കൈകൊണ്ടും എടുക്കാൻ കഴിയില്ലേ. കണ്ണിൽ തറച്ചുപോയ വസ്തുക്കൾ നാം തന്നെ നീക്കം ചെയ്യാൻ ശ്രമിക്കാതെ എത്രയും വേഗം വൈദ്യസഹായം ലഭ്യമാണ്. നമുക്കറിയില്ല, ഇപ്പോൾ നമ്മുടെ ഊതിക്കളയാനൊക്കെ പറയില്ലേ, സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇല്ലേ. നമ്മൾ മറ്റൊരാളെ വിളിച്ച് നമ്മൾ ഊതുക. അങ്ങനെ ഊതിക്കുകയോ ശുദ്ധജലം ധാരാളമായിട്ട് കണ്ണിൽ ഒഴിച്ചോ ഒക്കെ നമ്മൾ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ണിൽ എന്തെങ്കിലും പൊടിയൊക്കെ പോയാൽ, പ്രത്യേകിച്ച് മാക്സിമം നിങ്ങൾ വണ്ടിയിലൊക്കെ 2 വീലറൊക്കെ പോകുമ്പോൾ ഹെൽമെറ്റിൻ്റെ ഒക്കെ ഫ്രണ്ടിലെ ഗ്ലാസ് ഒക്കെ ഇട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പൊടിയാണ് ഇപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയാൽ അല്ലേ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹെൽമെറ്റൊക്കെ ഇട്ട് നല്ല രീതിക്ക് എന്താണ് കണ്ണും അതുപോലെ മുഖമൊക്കെ മറച്ച് മാസ്ക് ഒക്കെ വെച്ച് പോയാൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് രക്ഷ നേടാനായിട്ട് പറ്റും. അടുത്തത് ഉളുക്കുണ്ടായാൽ എന്നാ സംഭവിക്കുന്നത്? ഉളുക്ക് പറ്റിയ ഭാഗം അനക്കാതെ ഉയർത്തി വെക്കുക. വേദന കുറയ്ക്കാൻ ഐസ് പാക്ക് വെക്കുക. ഉണ്ടോ, ഒരു ഉളുക്കുണ്ടായാൽ വേദന ഉടനെ ഉണ്ടാവും, അത് കുറയ്ക്കാനായിട്ട് ഐസ് പാക്ക് വെക്കുക. ഇനി ഐസ് പാക്ക് എന്ന് വെച്ചാൽ എന്താ ഇവിടെ കൊണ്ടുണ്ടോ, ഒരു പ്ലാസ്റ്റിക് കൂടിൽ ഐസ് ഇട്ട ശേഷം വെള്ളം ചേർത്ത് അതിന് മുകളിൽ വൃത്തിയുള്ള തുണി പൊതിഞ്ഞാൽ അത് ഐസ് പാക്കായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഈ മെഡിക്കൽ ഷോപ്പിലൊക്കെ നമുക്കറിയില്ല, ഇൻസുലിൻ എപ്പോഴും ഐസിനകത്താണ് വരേണ്ടത് അല്ലേ. അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഒരു ഐസ് പാക്ക് തരാൻ പറഞ്ഞാൽ അവരൊരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആയിരിക്കും തരുന്നത്. ആ ജെല്ലായിരിക്കും ഐസ് പോലെ ഇരിക്കുന്നത്. വീട്ടിലൊക്കെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റൽ ഈ പറഞ്ഞ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഒരു ഐസ് പാക്ക് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. മിക്കപ്പോഴും തട്ടുമുട്ടുമായിരിക്കുമല്ലോ. അപ്പം വേദന എത്രയും പെട്ടെന്ന് കുറയാനായിട്ട് ഏറ്റവും നല്ലത് ഐസ് പാക്ക് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും ശരീരഭാഗത്തിന് ഇപ്പോൾ നടുവേദനയോ മുട്ടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് എന്താ ചെയ്യുന്നത്? ചൂട് വെക്കുക ചെയ്യുന്നത് അല്ലേ. പക്ഷേ ചൂട് വെക്കുന്ന അഴുക്കാന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോഴും ഐസ് വെക്കുന്നതാണ് നല്ലതെന്നാണ് അവർ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. സാധാരണ ഈ നടുവേദന കാര്യങ്ങളൊക്കെ വരുമ്പം അല്ലെങ്കിൽ നമ്മുടെ കാലുമുട്ടോ അല്ലെങ്കിൽ ഉളുക്കോ ഒക്കെ വരുമ്പോൾ ഐസ് പാക്ക് വെക്കാനാണ് ഡോക്ടർമാർ വരെ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഐസ് പാക്ക് വീട്ടിലുള്ളത് നല്ലതാണ്, പ്രത്യേകിച്ച് പിള്ളേരൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ. ഇനി ചതവുണ്ടായാൽ എന്നാണ്? ചൂട് ഏൽപ്പിക്കുകയോ തിരുമിക്കുകയോ ചെയ്യരുത് കേട്ടോ. ചതവുണ്ടായാൽ നമ്മൾ സാധാരണയായിട്ട് കൊണ്ടുപോയി എന്താണ് കിഴി കുത്താനും അതുപോലെ തന്നെ ചൂടുവെള്ളമൊക്കെ പിടിച്ച് എന്താണ് ചൂട് വേൽക്കാനൊക്കെ ശ്രമിക്കും. അതുപോലെ തന്നെ തിരുമുക അല്ലേ, ചതവേറ്റ ഭാഗം നമ്മൾ അമ്മക്ക് തിരുമും, അത് ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ എന്താ ചെയ്ത് തന്നെ സംഭവിക്കുന്നത് എന്നാ ചെയ്താൽ ആ ചതവിൽ വെയിൻസ് ഒക്കെ എന്തെങ്കിലും മാറി കിടപ്പുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ടാണ് പറയുന്നത് ചതവേറ്റ ഭാഗം എന്ത് ചെയ്യണം? ചൂടേൽപ്പിക്കുകയോ തിരുമുകയോ ചെയ്ത് വൈദ്യസഹായം തേടുക എന്നേ ഉള്ളൂ അതിനുള്ള. അല്ലെങ്കിൽ സാവധാനം റെസ്റ്റ് ചെയ്ത് മാറുക. ചതവേറ്റ ഭാഗം സാവധാനം റെസ്റ്റ് ചെയ്ത് മാറുക എന്നേ ഉള്ളൂ. ഇനി ബോധക്ഷയം ഉണ്ടായാൽ തല ചുറ്റുന്നു എന്നറിയുമ്പോൾ തന്നെ കിടത്താൻ സൗകര്യമൊരുക്കണം. കിടത്തിയ ശേഷം കാൽ ഉയർത്തി വെക്കണം. ഇറുകിയ വസ്ത്രങ്ങളാണെങ്കിൽ അയച്ചിടാൻ ശ്രദ്ധിക്കണം. ചുറ്റും ആളുകൾ കൂടി നിൽക്കാതെ ശുദ്ധവായു ലഭ്യമാക്കണം. നമ്മുടെ എപ്പോഴും ഉള്ളൊരു പ്രശ്നം അല്ലേ, നാർക്കിൽ എന്തൊരു പ്രശ്നമാണ്, എല്ലാവരും വട്ടം കൂടി നിൽക്കും അല്ലേ. ഒന്നോ രണ്ടോ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ചുറ്റിനും നിന്നിട്ട് ബാക്കിയുള്ളവരെ നമ്മൾ മാക്സിമം ഒഴിവാക്കണം. കാരണം എന്ത് അസുഖം ഉണ്ടെങ്കിലും ശുദ്ധജലം കിട്ടിയാൽ തന്നെ, ശുദ്ധവായു കിട്ടിയാൽ തന്നെ പകുതി അസുഖത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാം കേട്ടോ. ഇനി അസ്ഥിഭംഗം അല്ലെങ്കിൽ പൊട്ടലുണ്ടായാൽ എന്നാ സംഭവിക്കേണ്ടത്? ഒടിഞ്ഞ ഭാഗം ഇളക്കാൻ അനുവദിക്കാതെ സംരക്ഷണം നൽകിയ ശേഷമേ അപകടത്തിൽപ്പെട്ട ആളെ മാറ്റാവൂ. അതിന് സ്പ്ലിൻ്റ് ഉപയോഗപ്പെടുത്താം. അതായത് ഇപ്പം നമ്മുടെ കൈയൊക്കെ ഒടിയുവാണെങ്കിൽ അവിടെ നേരെയുള്ളൊരു കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പി കഷ്ണമോ വെച്ച് നേരെ കൈ കെട്ടിയതിന് ശേഷം മാത്രമേ ഉയർത്തിയെടുക്കാവുള്ളൂ അദ്ദേഹത്തെ, അല്ലെങ്കിൽ ബാക്കിയും കൂടി ഒടിയും. കാരണം ഇതുണ്ടോ, ഇപ്പോൾ ഈ ഒരു കൈ ഒടിഞ്ഞതാണ്, ഈ ഒന്നാമത്തെ പിക്ചറിൽ കൈയുടെ എല്ല് ഒടിഞ്ഞതാണ്. ഇദ്ദേഹത്തെ നമ്മൾ മുകളിലോട്ട് പറ്റുമ്പം ഈ മുകളിലത്തെ എല്ലും താഴത്തെ എല്ലും ഒടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിലൊരു സപ്പോർട്ട് നമ്മൾ കൊടുത്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, അദ്ദേഹത്തെ നമ്മൾ പിടിച്ച് ഉയർത്താവുള്ളൂ. അല്ലെങ്കിൽ ഒരെല്ല് പൊട്ടിയെടുത്ത് രണ്ടെല്ല് പൊട്ടാനുള്ള സാഹചര്യം ഉണ്ടാകും. നമ്മുടെ സ്കൂളിലാണെങ്കിലും പിള്ളേരുടെയൊക്കെ കൈയൊക്കെ മിക്കപ്പോഴും ഇതുപോലുള്ള പൊട്ടലുണ്ടാകുന്ന. അപ്പോൾ എപ്പോഴാണെങ്കിലും കൊച്ചിനെ ഓടിച്ചൊന്നും എടുക്കരുത്. ഒടിവുണ്ടെന്ന് ഉറപ്പായാൽ നമ്മൾ അത് വെച്ച് കെട്ടണം. എന്തെങ്കിലും ഒരു കമ്പോ സൈഡിലൊക്കെ കമ്പ് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കമ്പി കഷ്ണമോ വെച്ച് നമ്മൾ ഇതുപോലെ ഈ പിക്ചറിൽ കാണിച്ച പോലെ മുറുക്കെ കെട്ടിയതിന് ശേഷം മാത്രമേ കൈ അണക്കുവാൻ അനുവദിക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്നാണ് ഈ പറഞ്ഞ പോലെ ഒരു എല്ല് പൊട്ടിയെടുത്ത് രണ്ടെല്ല് പൊട്ടേണ്ട അവസ്ഥ വരും. അടുത്തതാണ് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ. പഠിക്കേണ്ട ഓർമ്മയാണ്. ഉച്ചയ്ക്കൊക്കെ സ്കൂളിലൊക്കെ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കൊച്ചുങ്ങളുടെ വായിൽ എന്താണ് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ എന്ത് ചെയ്യണം? ഇവിടെ പറയുന്നുണ്ടോ, ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുന്നത് അപകടമായ ഒരവസ്ഥയാണ്. ഈ അവസരത്തിൽ വളരെ പെട്ടെന്ന് നൽകുന്ന പ്രഥമ ശുശ്രൂഷ കൊണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. ഒരു കൈകൊണ്ട് വയറിൻ്റെ മുകൾ ഭാഗത്ത് അമർത്തുക. അതേസമയം മറുകൈ കൊണ്ട് പുറത്ത് ശക്തിയായി അടിക്കുകയും ചെയ്യുക. 3-4 പ്രാവശ്യം വരെ ഇങ്ങനെ ചെയ്തിട്ടും ഭക്ഷണ പദാർത്ഥം പുറത്ത് വന്നില്ലെങ്കിൽ എത്രയും വേഗം വൈദ്യസഹായം തേടുക. കാരണം ഒരുപാട് അങ്ങനെ വയലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇതിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ 3 തൊട്ട് 5 പ്രാവശ്യം വരെ ചെയ്യുമ്പോൾ തന്നെ ഈ സാധാരണയായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം എന്താണ് ഇറങ്ങി വരും കേട്ടോ. പുറത്തിരിക്കണം. ഒരു കൈ നമ്മുടെ വയറിൻ്റെ മുകൾ ഭാഗത്ത് വെക്കുക, മറ്റേ ഭാഗം കൊണ്ട് നമ്മൾ പുറത്ത് ശക്തിയായി തട്ടുക. അപ്പോൾ നമ്മുടെ വായിലിരിക്കുന്ന എന്താണ് ഭക്ഷണ പദാർത്ഥം പുറത്തേക്ക് വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പൊള്ളലേറ്റാൽ കണ്ടോ, ഇപ്പം നമ്മളോട് ചോദ്യം ഇടുന്നായിരുന്നോ കണ്ടോ, പൊള്ളലേറ്റ ഭാഗത്ത് തുടർച്ചയായി തണുത്ത വെള്ളം ഒഴിക്കുക. കണ്ടോ, തുടർച്ചയായിട്ട് തണുത്ത വെള്ളം ഒഴിക്കുക. കണ്ടോ, തീവ്രമായ പൊള്ളലേറ്റ ഭാഗത്ത് ഐസ് പാക്ക് വെക്കരുത്. കണ്ടോ എഴുതി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായ മുഴുപ്പിൽ, തീവ്രമായ പൊള്ളലേറ്റ ഭാഗത്ത് ഐസ് പാക്ക് വെക്കരുത്. കാരണം അവിടുന്ന് തൊലി അടക്കം ഈ ഐസ് പാക്ക് വലിച്ചുകൊണ്ടേ വരത്തുള്ളൂ. പൊള്ളിയ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തുണി നീക്കം ചെയ്യാൻ ശ്രമിക്കരുത്. കണ്ടോ, പൊള്ളിയ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തുണി നീക്കം ചെയ്യാൻ ശ്രമിക്കരുത്. അവിടെയും തൊലി അടക്കം പറഞ്ഞു വരാൻ അല്ലെങ്കിൽ വിട്ടു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഇനി പൊള്ളലേറ്റ ഭാഗത്ത് ഔഷധമെന്ന ധാരണയിൽ എന്തെങ്കിലും പുരട്ടരുത്. മുമ്പ് അവിടെ പേസ്റ്റ് പുരട്ടിയത് കണ്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഒന്നും നമ്മൾ പുരട്ടരുതെന്നാണ് പറഞ്ഞത്. ഇനി വസ്ത്രത്തിന് തീ പിടിച്ചാൽ എന്നാ സംഭവിക്കേണ്ടത്? വെള്ളം ഒഴിച്ച് തീ കെടുത്തുവാൻ ശ്രമിക്കുക. നിലത്ത് കിടന്ന് ഉരുളുന്നത് തീ കെടുത്തുവാൻ സഹായകരമാണ്. ഇപ്പം നമ്മുടെ വസ്ത്രത്തിൽ തന്നെ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ തീ പിടിക്കുവാണെങ്കിൽ നിലത്ത് കിടന്ന് ഉരുളുക. പരിഭ്രമിച്ച് ഓടാൻ അനുവദിക്കരുത്. കാറ്റിൽ തീ ആളിക്കത്തും. നമുക്കറിയാലോ, തീ കത്തണമെങ്കിൽ ഓക്സിജൻ വരും. നമ്മൾ പരിഭ്രമിച്ച് തീ കത്തുന്നതെന്ന് പറഞ്ഞ് ഓടിയാൽ പ്രശ്നം വെച്ചാൽ തീ ആളിക്കത്തും, അപകടമാകും. കട്ടിയുള്ള പുതപ്പോ ചണച്ചാക്കോ കൊണ്ട് പെട്ടെന്ന് പൊതിയുക. മിക്കപ്പോഴും പുതപ്പോ അല്ലെങ്കിൽ കട്ടിയുള്ള തുണികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പെട്ടെന്ന് പൊതിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? തീയെ അണയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പാമ്പ് കടിയാണെങ്കിൽ എന്നാ ചെയ്യേണ്ടത്? പാമ്പ് കടി ഏറ്റയാളെ സമാധാനിപ്പിക്കുക. എടാ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക. അല്ലെങ്കിൽ 8 അടി മൂർഖന കഴിച്ചത് ഉയ്യോ 8 അടി മടക്കുമ്പോൾ നീ ചത്തുപോവും എന്ന് പറഞ്ഞ് അതിനെ പേടിപ്പിക്കരുത് കേട്ടോ. പാമ്പ് കടി ഏറ്റയാളെ സമാധാനിപ്പിക്കുക. പാമ്പ് കടി ഏറ്റയാളെ ഓടാനോ നടക്കാനോ അനുവദിക്കരുത്. കാരണം സർക്കുലേഷൻ ബ്ലഡിലാണ് അല്ലെങ്കിൽ ശരീരത്തിലാണ് വിഷം കയറിയിരിക്കുന്നത്. വിഷം സ്പ്രെഡ് ആവാനുള്ള സാധ്യത വളരെ കൂടും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഓടാനോ നടക്കാനോ അനുവദിക്കരുത്. എടുത്തുകൊണ്ട് പോവുക. ഉണ്ടോ? കടിയേറ്റ ഭാഗം വൃത്തിയായി കഴുകുക. അടുത്തത് കടിയേറ്റ ഭാഗം താഴ്ത്തി വെക്കാൻ ശ്രദ്ധിക്കണം. കണ്ടോ? കടിയേറ്റ ഭാഗം താഴ്ത്തി വെക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. എത്രയും വേഗം വൈദ്യസഹായം ലഭ്യമാക്കണം. കണ്ടോ? പാമ്പ് കടിയൊക്കെ സർവ്വസാധാരണമാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. അടുത്തത് പാമ്പുകൾ വിഷമുള്ളവയും വിഷമില്ലാത്തവയുണ്ട്. കടിച്ച പാമ്പിനെ തിരിച്ചറിയുന്നത് ചികിത്സ എളുപ്പമാക്കും. നമ്മുടെ ഇതിൻ്റെ അകത്ത് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ. എന്താണ്? പാമ്പ് കടിയേറ്റ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ വിഷമുള്ള പാമ്പുകളുടെ അല്ലെങ്കിൽ വിഷമില്ലാത്ത പാമ്പിൻ്റെ ഇനമേത്? അവിടെ നമുക്കത് കാണാം. ഇനി വെള്ളത്തിൽ വീണുണ്ടായ അപകടമാണെങ്കിൽ എന്നാ ചെയ്യേണ്ടത്? നീളമുള്ള കയറോ തുണിയോ തടികഷ്ണമോ ഇട്ടുകൊടുത്ത് അപകടത്തിൽപ്പെട്ടയാളെ കരക്കെത്തിക്കാൻ ശ്രമിക്കുക. വെള്ളത്തിൽ മുങ്ങിപ്പോയ ആളെ രക്ഷിക്കാൻ പുറപ്പെടുമ്പോൾ സ്വന്തം സുരക്ഷ ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും കാണുന്നതല്ലേ ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ആളെ രക്ഷിക്കാൻ വേണ്ടി ചാടിയ ആൾക്കാരടക്കം മരിച്ച സന്ദർഭങ്ങളുണ്ട്. അപ്പം എന്താ, നമ്മുടെ മുങ്ങിപ്പോയ ആളെ രക്ഷിക്കാൻ പുറപ്പെടുമ്പോൾ സ്വന്തം സുരക്ഷ ശ്രദ്ധിക്കണം. നമ്മുടെ സുരക്ഷയും രക്ഷിക്കാൻ പോകുന്ന ആളുടെ സുരക്ഷ ഉറപ്പാക്കി വേണം നമ്മൾ വെള്ളത്തിലേക്കെടുത്ത് ചാടുവാൻ. നീന്തൽ അറിയില്ലെങ്കിൽ വെള്ളത്തിൽ ചാടരുത്. കണ്ടോ? നീന്തൽ അറിയാത്ത ഒരാളടുത്ത് വെള്ളത്തിൽ ചാടരുത്. എന്താണ്? കൂടുതൽ പ്രശ്നവും. സഹായത്തിനായി കൂടുതൽ ആൾക്കാരെ വിളിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്താണ് വൈദ്യുതാഘാതം അഥവാ കറണ്ട് അടിച്ചാൽ എന്ത് സംഭവിക്കും? ഉണ്ടോ? സ്വിച്ച് ഓഫ് ചെയ്ത് വൈദ്യുത പ്രവാഹം തടയുക. കഴിഞ്ഞ വട്ടത്തെ LPSA ക്വസ്റ്റിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വൈദ്യുത പ്രവാഹം ഏറ്റ ആളെ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്ത്? നോക്കിയിട്ട് വേണം പോകാൻ ചോദിക്കുന്നത് കേട്ടോ. ഇതിന് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കുന്നത് എപ്പോഴും. അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് വൈദ്യുത പ്രവാഹം തടയുക. വൈദ്യുത പ്രവാഹം തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ വൈദ്യുതി കടത്തിവിടാതെ കയറുകയോ വൈദ്യുതി കടത്തിവിടാത്ത കൈയുറയോ ഉണക്കിയ തടിക്കഷ്ണം ഉപയോഗിച്ച് ആഘാതമേറ്റ ആളെ വൈദ്യുത ബന്ധത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുക. അതായത് ഈ മോപ്പൊക്കെ എടുത്ത് തലക്കിട്ട് അടിക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. എന്താണ്? അദ്ദേഹത്തെ ആ ടച്ചിങ്ങിൽ നിന്നും ഒഴിവാക്കാൻ ഉദ്ദേശിച്ചത്. നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കസാരയൊക്കെ എടുത്ത് നമ്മൾ ടച്ച് ചെയ്ത് മാറ്റാൻ ശ്രമിക്കും. ഇനി മറ്റേതെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കാം. സഹായിക്കുന്ന ആളുടെ സുരക്ഷിതത്വം പ്രധാനമാണ്. കറണ്ട് അടിച്ച ഒരാളുടെ ഇരുമ്പ് കമ്പി എടുത്ത് അടിക്കാൻ നിൽക്കരുത്. കാരണം ഇരുമ്പ് കമ്പി കറണ്ട് കണ്ടക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ അപകടമാണ്. പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ തടി വസ്തുക്കളോ ഉപയോഗിച്ച് നമ്മൾ എന്താണ് സർക്കുലേഷൻ അല്ലെങ്കിൽ ആ കണക്ഷനിൽ നിന്നും വിടിക്കാണ്ട് ശ്രദ്ധിക്കുക. ഇനി വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ ശ്രദ്ധിക്കണം? അതായത് നമ്മൾ എന്ത് ചെയ്യണം? വീടിൻ്റെ സുരക്ഷ നമ്മൾ ഉറപ്പാക്കണം. അനാവശ്യമായിട്ടുള്ള കറണ്ടിൻ്റെ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നും ഉറപ്പാക്കണം. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി പ്രഥമ ശുശ്രൂഷ പെട്ടി നമുക്കറിയാലോ. നമ്മുടെ പ്രഥമ ശുശ്രൂഷ പെട്ടിക്കകത്ത് വേണ്ടതാണ് അണുനാശിനി, കോട്ടൺ, ബാൻഡേജ്, ചെറിയൊരു കത്രിക, ബ്ലേഡ്. ഇതൊക്കെ നമുക്ക് പ്രഥമ ശുശ്രൂഷ പെട്ടിക്കകത്ത് വേണ്ടതാണ്, അഥവാ ഫസ്റ്റ് എയ്ഡ് ബോക്സിനകത്ത് വേണ്ടത് കേട്ടോ. ഓക്കെ. ഇനി പ്രഥമ ശുശ്രൂഷ ദിനം നോക്കിയേ. പ്രഥമ ശുശ്രൂഷയുടെ പ്രാധാന്യം ബോധപ്പെടുത്താനായി എല്ലാ വർഷവും സെപ്റ്റംബറിലെ 2ാം ശനിയാഴ്ച പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്നത്. ഒരു GK ക്വസ്റ്റ്യൻ കിടപ്പുണ്ടോ? അതായത് എന്നാണ് പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്നത്? സെപ്റ്റംബറിലെ 2ാം ശനിയാഴ്ച അല്ലെങ്കിൽ സെപ്റ്റംബർ 2nd സാറ്റർഡേ ആയിട്ട് സെപ്റ്റംബർ വരുന്ന 2ാം ശനിയാഴ്ചയാണ് നമ്മൾ പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഒരു കോട്ട് കൊടുത്തിട്ടുണ്ടോ? അപകടങ്ങൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പ്രഥമ ശുശ്രൂഷ വിലപ്പെട്ട മനുഷ്യജീവൻ രക്ഷിക്കുവാൻ സഹായിക്കുന്നു. കണ്ടോ? പ്രഥമ ശുശ്രൂഷ നമ്മുടെ കടമ. പ്രത്യേകിച്ച് അധ്യാപകരെ നമ്മൾ ഒന്നിലധികം 10, 30 ഒക്കെ കുട്ടികൾ നമ്മൾ കാണുന്ന 30 കുട്ടികളുടെ സ്വഭാവം 30 തരത്തിലായിരിക്കും. അപ്പം ഇതുപോലുള്ള പ്രഥമ ശുശ്രൂഷ നമ്മളോട് ഉറപ്പായിട്ടും ചോദിക്കും. നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. അതുപോലുള്ള ഓരോ ക്വസ്റ്റ്യൻ വായിച്ച് എന്താണ് അതിൽ ചെയ്യേണ്ടതെന്ന് നോക്കുക. അതനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. ഇപ്പോൾ നമ്മൾ കണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പ്രത്യേകം ഓർത്തിരുന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതിയല്ലോ. നമുക്കറിയാമല്ലോ ഇതൊക്കെ ചെയ്യണമെന്ന്. ജസ്റ്റ് അങ്ങനെ നോക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അടുത്താണ്
ഇഗ്ലുവുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? ഇഗ്ലു എന്നാന്ന് അറിയത്തില്ലേ? എന്നതാ ഇഗ്ലു? ഇഗ്ലു എന്ന സാധനം തണുപ്പുള്ള പ്രദേശങ്ങളിൽ തണുപ്പിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് നമ്മൾ കെട്ടുന്ന ഒരു വീട് അല്ലേ? സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് ഇഗ്ലു എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ നിങ്ങൾ യൂട്യൂബിൻ്റെ അകത്തൊക്കെ റീൽസ് കാണുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? മല്ലൂസ് ഇൻ ഫിൻലൻഡ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അല്ലേ? അവരെപ്പോഴും ഈ പറഞ്ഞ ഇഗ്ലുവിനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവരുടെ സ്ഥിരം വിനോദം കണ്ടിട്ടില്ല ആരും? ഒരു വിനോദം അങ്ങനെ കണ്ട ഒരു പേര് എപ്പോഴും അങ്ങനെ ഒരു സംഭവമുണ്ട്. ഒരു ചേട്ടനും ചേട്ടത്തിയും ഒരു മോളെ ഇട്ടുകൊണ്ട് എപ്പോഴും ഒരു ഇഗ്ലു ഹൗസിൻ്റെ അകത്താണ് 24 മണിക്കൂറും. ചാനലിൽ റീച്ച് ആയതുകൊണ്ട് അപ്പോൾ അത് ഞാനിപ്പോൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്ക് അവരെ ഓർമ്മ വന്നു. അപ്പോൾ ഓർത്തിരിക്കണം, എല്ലാവരും കാണുന്ന അതായാലും നന്നായി. നമുക്ക് ഇഗ്ലുവുമായി ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന ഇത്. നമുക്ക് അതിന് ഒരു GK ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ അകത്ത് അവൻ പറഞ്ഞത് അല്ലേ, പുറത്തെ തണുപ്പ് കുറയുമ്പോൾ അല്ലെങ്കിൽ പുറത്തെ തണുപ്പ് കൂടുമ്പോൾ അകത്ത് തണുപ്പ് നമ്മൾ കുറച്ചുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും ഇല്ലേ? എന്താ പറയുക, അതിൻ്റെ അകത്ത് ഇടയ്ക്ക് അവൻ പറഞ്ഞായിരുന്നു. അതൊരു GK ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റിനകത്ത് അത് തന്നെ മീൻ ചെയ്യുന്നുള്ളൂ. നോക്കി, തെറ്റായിട്ടുള്ള പ്രസ്താവന വേണ്ടത്. ഒന്ന് നോക്കി, പുറത്തു നിന്നുള്ള തണുപ്പിനെ തണുത്ത കാറ്റിനെ ഐസ് പ്രതിരോധിക്കുന്നു. അത് ചെയ്യുന്നുണ്ടോ? പുറത്തു നിന്നുള്ള കാറ്റിനെ ഐസ് പ്രതിരോധിക്കുന്നു. അടിക്കുന്നത് തണുത്ത കാറ്റാണ്, വന്നടിക്കുന്നത് ഐസിലാണ്. പിന്നെ അത് പ്രതിരോധിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഓൾറെഡി അടിക്കുന്ന കാറ്റ് എന്താണ്? തണുത്തതാണ്. ഏതിലാണ് വന്നടിക്കുന്നത്? ഐസ് കട്ടയിൽ ഐസ് കാറ്റ് വന്നടിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ അത് പ്രതിരോധിക്കുന്നില്ല. അടുത്തെന്താണ്? ഐസ് കട്ടകൾ ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നുണ്ടോ? ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ഐസ് കട്ട? എല്ലാ ഐസല്ലേ? ഇഗ്ലു ഇരിക്കുന്ന എവിടെയാണ്? ഐസ് ഉള്ളിടത്താണ് ഇരിക്കുന്നത്. അപ്പം എല്ലാം ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നില്ല. അടുത്ത് നോക്കിയേ, പുറത്തെ താപനിലയേക്കാൾ അകത്തെ താപനില കുറവായിരിക്കും. ശരിയാണോ പറഞ്ഞത്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. എന്താണ്? പുറത്തെ താപനിലയേക്കാൾ അകത്തെ താപനില കുറവായിരിക്കും. ആ പോയിന്റ് ശരിയാണോ? നമ്മൾ ഈ ഇഗ്ലു ഹൗസ് കെട്ടുന്ന എന്നാത്തിനാ? തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ. ശരിയല്ലേ? തണുപ്പ് കുറയ്ക്കാനായിട്ടല്ലേ നമ്മൾ ഇഗ്ലു ഹൗസ് കെട്ടുന്നത്. അപ്പോൾ നോക്കിയേ, പുറത്തെ താപനില അകത്തെ താപനിലയേക്കാളും കുറവായതിനാൽ അതിൻ്റെ അർത്ഥം എന്താ ഉദ്ദേശിക്കുന്നത്? അകത്ത് വീണ്ടും തണുപ്പ് കൂടുതലെന്ന്. ഇഗ്ലു ഹൗസിനെ പറ്റി അങ്ങനെ കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ വീട് വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മഴയിൽ നിന്നും കാറ്റിൽ നിന്നും വെയിലിൽ നിന്നും ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ഒക്കെ രക്ഷ നേടാൻ. പക്ഷേ വീടിൻ്റെ അത് ഈ അവസ്ഥകളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ വീട് കെട്ടുന്നതിന് വല്ല കാര്യമുണ്ടോ? ആലോചിച്ച് നോക്കി. വീട് കെട്ടിക്കഴിഞ്ഞിട്ട് വീടിനകത്തേ ഈ മഴയും കാറ്റും ചൂടും എല്ലാം നിങ്ങൾ കൊള്ളുന്നുണ്ടെങ്കിൽ ഈ വീട് കെട്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ചോദിക്കുക. നോക്കി, പുറത്തെ താപനിലയേക്കാളും അകത്തെ താപനില കുറവായിരിക്കും. പുറത്ത് ഓൾറെഡി താപനിലയുണ്ട്, അതിലും കുറവാണ്. ഇപ്പോൾ പുറത്ത് ഇപ്പം 0 ഡിഗ്രിയാണ് പുറത്തെങ്കിൽ, അത്രയും വരത്തില്ല, അതിന് താഴെ ആയിരിക്കും കേട്ടോ. 0 ഡിഗ്രിയാണ് പുറത്തെങ്കിൽ നമ്മുടെ ആ ഇഗ്ലു ഹൗസ് കെട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് താപനില -4 വന്നു. ഇങ്ങനെ ഒരു ഇഗ്ലു ഹൗസ് കെട്ടിക്കൊണ്ട് നമുക്ക് വല്ല പ്രയോജനം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓർത്തിരിക്കണം, ഈ ഒരു പോയിന്റ് തെറ്റാണ് കേട്ടോ. ഇതാണ് ഇഗ്ലു ഹൗസിനെ പറ്റി തെറ്റായിട്ടുള്ള പ്രസ്താവന പറയുന്നത്. ഇനി പുറത്തെ താപനിലയേക്കാൾ അകത്തെ താപനില കൂടുതലായിരിക്കും കേട്ടോ. ഈ പോയിന്റാണ് ശരി വരേണ്ടത്. കാരണം അകത്തെ താപനില കൂടുതലാണെങ്കിൽ മാത്രമേ പുറത്തെ താപനില നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഓർത്തിരിക്കണം, എയും ബിയും ഡിയും നമ്മുടെ ഇഗ്ലു ഹൗസിനെ പറ്റി ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ഓരോ പോയിന്റും വായിച്ച് എന്താണ് അതിൽ മീൻ ചെയ്യുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആൻസറിലേക്ക് കടക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? തെറ്റായ ജോഡി ഏത്? നമ്മൾ പഠിപ്പിച്ചതല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടതാണ് ഈ ഒരു സംഭവം തന്നെ അല്ലേ. അന്തരീക്ഷ ഈർപ്പം ഹൈഡ്രോമീറ്റർ, അന്തരീക്ഷ താപനില തെർമോമീറ്റർ, അന്തരീക്ഷ മർദ്ദം ബാരോമീറ്റർ, കാറ്റിൻ്റെ ദിശ അനിമോമീറ്റർ. നോക്കിയേ, അന്തരീക്ഷ ഈർപ്പം അളക്കുന്നത് ഹൈഡ്രോമീറ്റർ വെച്ചുകൊണ്ടാണോ? ആണോ? അന്തരീക്ഷ ഈർപ്പം അളക്കുന്നത് ഹൈഡ്രോമീറ്റർ വെച്ചുകൊണ്ടാണോ? അവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമല്ല. അതായത് HYDRO എന്നതിന് പകരം HYGRO, ഹൈഗ്രോമീറ്ററാണ് അന്തരീക്ഷ ഈർപ്പം അളക്കുന്നത് കേട്ടോ. ഹൈഡ്രോമീറ്റർ അല്ല, ഹൈഗ്രോ കേട്ടോ. HYGROMETR ആണ് നമ്മുടെ അന്തരീക്ഷ ഈർപ്പം അളക്കുന്ന മീറ്റർ. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി ക്യാൻസൽ ആയിപ്പോയി. കാരണം ഒരുപാട് വായിച്ചു അല്ലെങ്കിൽ ഒരുപാടുള്ള ടെൻഡൻസി വന്നു, പിള്ളേർക്ക് കൺഫ്യൂസിങ് ആയിരുന്നു. എന്താണ്, ഒരു സ്പെല്ലിംഗ് മാത്രമല്ല മാറ്റം വന്നതാണ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിപ്പോയി. എന്തെങ്കിലും ഓർത്തിരിക്കണം, അന്തരീക്ഷ ഈർപ്പം അളക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് ഹൈഗ്രോമീറ്റർ കേട്ടോ. HYGROMETR ആണ്. ഇനി അന്തരീക്ഷ താപനില അളക്കുന്നത് തെർമോമീറ്റർ വെച്ചുകൊണ്ടാണ്. അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് ബാരോമീറ്റർ വെച്ചുകൊണ്ടാണ്. കാറ്റിൻ്റെ ദിശ അളക്കുന്നത് അനിമോമീറ്റർ കേട്ടോ. അതിന് യാതൊരു മാറ്റമില്ല. ബാക്കി എല്ലാ പോയിന്റും ശരിയാണ്. ഒന്നാമത്തെയാണ് തെറ്റ് കേട്ടോ. എ ആണ് തെറ്റ്. അടുത്തത് പരിസരത്തെക്കുറിച്ച്, പരിസരത്തിലൂടെ, പരിസരത്തിന് വേണ്ടിയുള്ള പഠനമാണ് പരിസര പഠനം. ഇതിൽ പരിസര പഠനത്തെക്കുറിച്ച് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ മിക്കപ്പോഴും പരിശോധനയുള്ള ഓർമ്മ അല്ലേ, പരിസരത്തെക്കുറിച്ച്, പരിസരത്തിലൂടെ, പരിസരത്തിന് വേണ്ടിയുള്ള പഠനമാണ് പരിസര പഠനം എന്ന് പറയുന്നത്.
ഇതിൽ പരിസരത്തെക്കുറിച്ച് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉള്ളടക്കത്തെയാണോ, ശേഷികളെയാണോ, മനോഭാവങ്ങളെയാണോ, മൂല്യങ്ങളെയാണോ? ഇവിടെ നല്ല മഴ. നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? ഉണ്ടോ? ഓക്കെ. ഇല്ലല്ലേ, ഇവിടെ എപ്പോഴും മഴയാണ്. ഇപ്പോൾ നല്ല മഴ ഇവിടെ. കേട്ടില്ല? സ്വരം കേട്ടില്ലേ? ഏതെങ്കിലും പോട്ടെ. ഞങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട് ഇപ്പോൾ മഴ. ഓക്കെ, ഞാനും പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് അവിടെ കിട്ടാൻ. ക്വസ്റ്റ്യനിലേക്ക് വാ. നോക്കിയേ, പരിസരത്തെക്കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടിയുള്ള പഠനമാണ് പരിസര പഠനം. ഇതിൽ പരിസരത്തെക്കുറിച്ച് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ ഓൾറെഡി ഒന്നിട്ട് പറഞ്ഞുതരാം. നോക്കി, എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നമുക്കറിയാലോ, നമ്മുടെ പരിസര പഠനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസരത്തെക്കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടി പഠിക്കുന്നതാണ് പരിസര പഠനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഓരോന്നും ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. നോക്കി, പരിസരത്തെക്കുറിച്ച് എന്നത് പരിസര പഠനത്തിൻ്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നു. കണ്ടോ? എന്താണ് പരിസരത്തെക്കുറിച്ച് എന്നത്? എന്തിനെ സൂചിപ്പിക്കുന്നു? ഇതിലുള്ള ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ ആൻസർ വരേണ്ടത് ഉള്ളടക്കമാണ്. ബാക്കിയോട് നമുക്ക് നോക്കണ്ടേ? അടുത്ത വട്ടം ചോദിക്കാൻ വന്നാൽ വേറെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പരിസരത്തെക്കുറിച്ച് എന്നത് സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ പരിസര പഠനത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതിലെന്തൊക്കെ വരും? നമ്മുടെ പ്രകൃതിദത്ത പരിസരമുണ്ട്, മനുഷ്യനിർമ്മിത പരിസ്ഥിതിയുണ്ട് അല്ലേ? പ്രകൃതിദത്ത പരിസരമാണെങ്കിൽ അവിടെ ചുറ്റുപാട് വരും, സസ്യങ്ങൾ വരും, മലകൾ വരും, നദികൾ വരും, നമ്മുടെ പ്രപഞ്ചം വരും, സൗരയൂഥം വരും, കാലാവസ്ഥ വരും. ഇതെല്ലാം നമ്മുടെ പ്രകൃതി നിർമ്മിത പരിസരമാണെങ്കിൽ പ്രകൃതിദത്ത പരിസരമാണ്. ഇനി മനുഷ്യനിർമ്മിതമാണെങ്കിലോ, നമ്മളുണ്ടാക്കിയ റോഡുകൾ, വീടുകൾ, ഉപകരണങ്ങൾ, വാഹനങ്ങൾ, ബിൽഡിങ്ങുകൾ, ഇതെല്ലാം മനുഷ്യനിർമ്മിതിയാണ്. ഇതെല്ലാം വരുന്നത് എന്തിനകത്താണ്? ഈ പരിസരത്തെക്കുറിച്ച് എന്ന ഉള്ളടക്കത്തിലാണ് ഈ രണ്ട് കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ആഘോഷങ്ങൾ, നമ്മുടെ ഓരോ ചരിത്രങ്ങൾ, ഇതെല്ലാം വരുന്നത് നമ്മുടെ പരിസരത്തെക്കുറിച്ച് എന്നതിനകത്താണ്. സാറേ, ലിങ്ക് അയച്ചായിരുന്നോ? ഇല്ല. ഓക്കെ. പരിസരത്തെക്കുറിച്ച് എന്നതിനെ പറ്റിയാണ്. അടുത്തതാണ് നമ്മുടെ പരിസരത്തിലൂടെ എന്ന് പറയുന്നത്. ഉണ്ടോ? എന്താണ് പരിസരത്തിലൂടെ എന്ന് അർത്ഥമാക്കുന്നത്? ഉണ്ടോ? പരിസരത്തെ തന്നെ ഒരു പഠന ഉപകരണമായി എടുത്തുകൊണ്ട് പരിസര പഠനം സാധ്യമാക്കുന്നതാണ് പരിസരത്തിലൂടെ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം പരിസരത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കത്തെ വരും. അതിനകത്ത് മനുഷ്യനിർമ്മിതി വരും. അതുപോലെ തന്നെ നമ്മുടെ എന്ത് വരും? പ്രകൃതിദത്തം വരും. നമ്മുടെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ വരും. അടുത്തത് പരിസരത്തിലൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പരിസരത്തെ തന്നെ നമ്മളെ പഠനോപകരണമായി നമ്മൾ എടുക്കുക. അതിൻ്റെ അകത്ത് വരുന്നതാണ് നമ്മുടെ എന്താണ് 5 ഘട്ടങ്ങൾ ഉൾപ്പെടുന്ന പ്രക്രിയ. അതായത് നമ്മുടെ എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എക്സ്റ്റെൻഡ്, ഇവാലുവേറ്റ്, ഇവയെല്ലാം വരുന്നത് നമ്മുടെ പരിസരത്തിലൂടെ എന്നതിൻ്റെ അകത്താണ്. അടുത്തതാണ് നമ്മുടെ പരിസരത്തിന് വേണ്ടി. കണ്ടോ? പരിസരത്തിന് വേണ്ടി എന്നത് എന്താണ് വേണ്ടത്? അവിടെ കുട്ടികളിൽ രൂപപ്പെടേണ്ട മൂല്യങ്ങൾ വരും, മനോഭാവങ്ങൾ വരും, എന്നിവയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് പരിസരത്തിന് വേണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ ഓർത്തിരിക്കണം. പരിസരത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കത്തെ, പരിസരത്തിലൂടെ എന്ന് പറഞ്ഞാൽ അതിലൂടെ നമ്മൾ പോവുക. അപ്പോൾ എന്ത് ചെയ്യും? അതിനെ നമ്മളൊരു പഠനോപകരണമായി നമ്മളെടുത്ത് പഠിക്കുക. അടുത്തത് പരിസരത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ട മൂല്യങ്ങളും മനോഭാവങ്ങളും ഒക്കെ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തതിന് പറഞ്ഞ പേരാണ് നമ്മുടെ പരിസരത്തിന് വേണ്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർത്തിരിക്കണം, മറന്നുപോലെ കേട്ടോ. 3 കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 3 ഓർത്തിരിക്കണം, മറന്നു പോകല്, തിരിഞ്ഞും മറിഞ്ഞും എല്ലാം പോകും കേട്ടോ. അപ്പോൾ ഇത് എഴുതി വെക്കണം. പരിസരത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അതിലുള്ള ഉള്ളടക്കത്തെ, പരിസരത്തിലൂടെ എന്ന് പറഞ്ഞാൽ പഠനോപകരണമായി എടുക്കുന്നു. അടുത്തത് പരിസരത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാവേണ്ട മൂല്യങ്ങളും മനോഭാവങ്ങളും ഒക്കെ നമ്മൾ ഏറ്റെടുത്ത് പറയുന്നതാണ് പരിസരത്തിലൂടെ അല്ലെങ്കിൽ പരിസരത്തെക്കുറിച്ച്. അതുപോലെ തന്നെ പരിസരത്തെക്കുറിച്ച് എന്ന് പറയുന്നത് 3 കാര്യങ്ങളും ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മറന്നുപോയിനിയും എഴുതി വെക്കണം, എവിടെയെങ്കിലും എഴുതി വെക്കണം കേട്ടോ. ഈ 3 ക്വസ്റ്റ്യൻസും എപ്പോഴും തിരിച്ചും മറിച്ചും എല്ലാം ചോദിക്കുന്നത് കേട്ടോ. ഒരു ക്വസ്റ്റ്യനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 9:45 ഒരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, 2023 ഏത് ദിനാചരണവുമായി ബന്ധപ്പെട്ടാണ് ഐക്യരാഷ്ട്രസഭ മണ്ണും ജലവും ജീവൻ്റെ ഉറവിടം എന്ന പ്രമേയം നിർദ്ദേശിച്ചിട്ടുള്ളത്? നോക്കണം, എന്താണ് 2023 ഏത് ദിനാചരണവുമായി ബന്ധപ്പെട്ടാണ് ഐക്യരാഷ്ട്രസഭ മണ്ണും ജലവും ജീവൻ്റെ ഉറവിടം എന്ന പ്രമേയം നിർദ്ദേശിച്ചിട്ടുള്ളത്? വേറെ ഒന്നിനും വേണ്ടല്ല, ബാക്കി തന്നെയുണ്ട്.
മണ്ണു ദിനത്തിന് വേണ്ടിയിട്ടാണത് ഉണ്ടാക്കിയത് കേട്ടോ. ഓർത്തിരിക്കണം, 2021 UN അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻ എന്താണ് നമ്മുടെ മണ്ണും ജലവും ജീവൻ്റെ ഉറവിടം എന്ന പ്രമേയം നിർദ്ദേശിച്ചത് മണ്ണ് ദിനവുമായി ബന്ധപ്പെട്ടാണെന്ന് ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഇനി ആയിക്കോട്ടെ, എന്നാൽ ജലദിനം എന്നാ വരുന്നത്? എപ്പോഴും ചോദിക്കുന്ന പറഞ്ഞാൽ ജലദിനം നമ്മൾ പഠിച്ച കോഡൊക്കെ ഉണ്ട്, എന്താ നമ്മുടെ വനജയുടെ കാലക്ഷയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചത് അല്ലേ. ജലദിനം എന്നാ? ജലദിനം 22, ശരിയാണ്. അടുത്തത് മണ്ണ് ദിനം എന്നാ വരേണ്ടത് അറിയോ? മണ്ണ് ദിനം എന്നാന്ന് മണ്ണ് ദിനം എന്നാണെന്നറിയോ? December 5 കേട്ടോ, December 5 മണ്ണ് ദിനം. ഇനി ഭക്ഷ്യദിനമോ? നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് കണ്ട ഭക്ഷ്യദിനം October 16. ഭൗമദിനമോ? എർത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതോ? April 22 കേട്ടോ. April 22 നമ്മുടെ ഭൗമദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. സോ ഈ ദിനങ്ങളൊക്കെ ആചരിക്കുക. അതുപോലെ തന്നെ UN സെലിബ്രേറ്റ് ചെയ്യുന്നതും നമ്മുടെ ഈ പറഞ്ഞ മറ്റേ എന്താണ് PSCക്കകത്ത് മിക്കപ്പോഴും ചോദിക്കുന്നത് ഇതുപോലുള്ള ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ UN അവർക്കും ഇവർക്കും നമ്മുടെ പരീക്ഷാ ഭവനം ഒരു എന്നാ പറയുന്നത് എപ്പോഴും കാണുമ്പോൾ ഉടനെ പറക്കിയിടുന്നൊരു ക്വസ്റ്റൻ ഈ പറഞ്ഞ പോലെ എന്താ ഐക്യരാഷ്ട്രസഭ UN എപ്പോഴും നിർദ്ദേശിക്കുന്ന വർഷങ്ങൾ ഇതുപോലെയൊക്കെ ഉള്ളത്. ഈ വർഷം എന്തായിട്ടാണ് UN ആഘോഷിക്കുന്ന അറിയാമോ? 2024 അറിയാവോ? 2024 നമ്മുടെ ആടുജീവിതം സിനിമയ്ക്കകത്ത് ഇറങ്ങിയതിൻ്റെ കഥാപാത്രമുണ്ട്. അറിയാവോ? അറിയാം, ആരോ പറഞ്ഞു. എന്നതാ? ഒട്ടക വർഷം കേട്ടോ, മറന്നുപോലെ. വേണമെങ്കിൽ ചോദിക്കുക, ഇതിലായിട്ടും ചോദിച്ചിട്ടില്ല. 2024 ഒട്ടക വർഷമായിട്ടാണ് ആചരിക്കുന്നത് കേട്ടോ. ഒട്ടക വർഷം, ഒട്ടകമില്ല, ക്യാമൽ, അതിൻ്റെ വർഷമായിട്ടാണ് ആഘോഷിക്കുന്നത് 2024 കേട്ടോ. അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഓരോ ദിനങ്ങളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷ്യദിനം വരുന്നത് October 16 കേട്ടോ. October 16 ഭക്ഷ്യദിനമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ജലദിനം നമ്മുടെ March 22 ജലദിനം. മണ്ണ് ദിനം വരുന്നത് December 5. ഭക്ഷ്യദിനം വരുന്നത് October 16. ഭൗമദിനം വരുന്നത് April 22 കേട്ടോ. April 22. ഓക്കെ, കിട്ടിയോ? ഓക്കെ, ബാക്കി നമുക്ക് നാളെ രാവിലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.